Good afternoon. എൻ്റെ പേര് ഷാലുമോൾ ഷാജി. ഞാൻ റീസെൻ്റ് DHA വിന്നറാണ്. ഞാൻ റെഗുലറായിട്ട് സാറിൻ്റെ 4 മാസം ഓൺലൈൻ ക്ലാസ്സും 2 ക്രാഷ് കോഴ്സുമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക് ക്ലാസ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുമ്പോൾ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡേറ്റ് എടുക്കാൻ നോക്കണം. എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിൻ്റെ ഈ ക്ലാസ്സിലെ ഓരോ പോയിൻറ്റും നമുക്ക് വാല്യുബിൾ ആണ്. അത് നിങ്ങൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. അതെനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എക്സാമിന് വരുന്നുള്ളൂ. പുറത്തുനിന്ന് ഒരു കാര്യം പോലും ചോദിക്കില്ല. എന്തൊക്കെയാണോ സാർ പഠിപ്പിക്കുന്നത് അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. കറക്റ്റ് അത് തന്നെ വന്നു. കാരണം നമുക്ക് അപ്പം മനസ്സിലാവും, എക്സാം ഹോളിലിരിക്കാൻ നമുക്ക് മനസ്സിലാവും അത്. പല ക്വസ്റ്റ്യൻസും എനിക്കങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡയറക്റ്റ് ഇവിടെ പഠിപ്പിച്ച സെയിം അങ്ങനെ വന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഭയങ്കര ട്രിക്കി ആയിരുന്നു. കുറച്ച് നമുക്ക് ആലോചിച്ച്, സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, പഠിച്ചാൽ മാത്രം പോരാ, കോമൺ സെൻസും കൂടി വേണമെന്ന്. അതുപോലെയായിരുന്നു എനിക്ക് എക്സാം ഫീൽ ചെയ്തത്. കറക്റ്റായിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയിലായിരുന്നു എനിക്ക് എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ഓരോ പോയിൻറ്റും നമുക്ക് ആ എക്സാം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ക്ലാസ്സിൽ ഇവിടെ ഇരുന്ന് പഠിച്ചത് മാത്രമേ ഉള്ളൂ. റൂമിൽ പോയി കഴിഞ്ഞാൽ ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ക്ലാസ്സിൽ ഇവിടെ ഇരുന്ന് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിട്ട് വന്നപ്പോഴും എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് ചിലപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടഫായിരിക്കും, നമുക്ക് ഉത്തരം ശരിക്കും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ട്രിക്കി ആയിരുന്നു ക്വസ്റ്റ്യൻസൊക്കെ. എന്തായാലും എല്ലാവരും സാറിന് ഇവിടെ നിന്ന് തരുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലാസ് കംപ്ലീറ്റ് ആവാറായി. ഇനി നെക്സ്റ്റ് ക്ലാസ് ക്രാഷിന് വരുന്നവർ സാർ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന മെറ്റീരിയൽ 1-2 തവണ കംപ്ലീറ്റ് വായിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സാറിനെ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാറിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ല. 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചിട്ട് ശരിക്കും കിട്ടാത്ത പല നോളജ് എനിക്ക് ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. ശരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും ചേച്ചിമാരെയും എല്ലാവരെയും നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് ക്ലിനിക്കൽ ഫീൽഡിലാണെങ്കിലും നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കിട്ടുന്ന പല നോളജ് കൊണ്ടും. അതുപോലെ തന്നെ എക്സാം ശരിക്കും പാസ്സാകാൻ പറ്റും, ഞാൻ ഉറപ്പ് പറയാണ്. നന്നായി ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാൾക്ക് ശരിക്കും പാസ്സാകാൻ പറ്റും. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. സാറ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ, ശരിക്കും അത് തന്നെ വരത്തുള്ളൂ. അത് ഉറപ്പ് ഞാൻ പറയാം. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മളെ ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കാൻ അവരെ കഴിഞ്ഞ് വേറെ ആരും ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. എല്ലാവരും നല്ലപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി നന്നായി പഠിക്കുക. നിങ്ങളെല്ലാവരും എക്സാം പാസ്സാവും. ഓൾ ദി വെരി ബെസ്റ്റ്.